നമ്മുടെ ലോകത്തുള്ള പഴയകാല രാജാക്കന്മാരെല്ലാം വലിയ രീതിയിലുള്ള ആഡംബര ജീവിതം നയിച്ചിരുന്നത് നിങ്ങളും കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇന്നും രാജഭരണം നിലനിൽക്കുന്ന മലേഷ്യയിലെ രാജാവിന്റെ ജീവിതവും ഇതുപോലെയൊക്കെ തന്നെയാണ്. സുൽത്താൻ ഇബ്രാഹിം ഇബ്ന് സുൽത്താൻ ഇസ്കന്ദർ നിലവിലെ മലേഷ്യയുടെ രാജാവും സുൽത്താനും ഭരണാധികാരിയും ഒക്കെയാണ് ഇദ്ദേഹം. 2024 ജനുവരി 31 ഇദ്ദേഹം മലേഷ്യയുടെ 17ാമത് ഭരണാധികാരിയായി സ്ഥാനമേൽക്കുന്നത്. ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ ആസ്തിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ചില റിപ്പോർട്ടുകൾ പ്രകാരം 5.7 ബില്യൺ ഡോളറോളമാണ്. അതായത് അത് നേരെ നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 53,000 കോടി രൂപക്ക് മുകളിലാണ്. ഇദ്ദേഹം മലേഷ്യയിലെ ഏറ്റവും വലിയ ധനികരായ ആളുകളിൽ ഒരാൾ കൂടിയാണ്. സമ്പത്തിന്റെ പണത്തിന്റെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇവരുടെ കാറുകളായിരിക്കും. ഇതുതന്നെയാണ് ഒന്നാമതായിട്ട് വരുന്നതും. 300ഓളം വരുന്ന കാറുകളാണ് ഇദ്ദേഹത്തിന്റെ കാർ ശേഖരത്തിലുള്ളത്. ഇതിൽ തന്നെ ഒരുപാടധികം വിന്റേജ് കാറുകളുണ്ട്. അതുപോലെ വളരെയേറെ വില കൂടിയ അപൂർവമായി മാത്രം നിർമ്മിച്ചെടുത്തിട്ടുള്ള പല കാറുകളുണ്ട്. നിലവിലെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറായ 250 കോടി രൂപയോളം വിലയുള്ള റോൾസ് റോയ്സ് ഡ്രോപ്പ് ടെയിൻ എന്ന കാറ് ഇദ്ദേഹത്തിനുണ്ട്. വെറും 4 യൂണിറ്റ് മാത്രം ലോകത്ത് ഇന്നേ വരെ നിർമ്മിച്ചിട്ടുള്ള ഈ കാറിലൊന്ന് സ്വന്തമാക്കിയിട്ടുള്ളതും ഇദ്ദേഹമാണ്. ഇത് കൂടാതെ ബുഗാട്ടി ഡിവോൺ, മക്ലാരൻ F1 LM, പഗാനി സോണ്ട എന്നീ കാറുകളും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. അടുത്തതായിട്ട് വരുന്നത് ഇദ്ദേഹം താമസിക്കുന്ന കൊട്ടാരത്തിന്റെ വിശേഷങ്ങളാണ്. പ്രധാനമായും 2 വലിയ പാലസുകളാണ് ഇദ്ദേഹത്തിന് മലേഷ്യയിലുള്ളത്. ബുക്കിർ സെറിൻ പാലസും അതുപോലെ ഇസ്താന നഗാര എന്ന പേരുള്ള മറ്റൊരു പാലസും. ഇതിൽ ഇദ്ദേഹം അധികവും താമസിക്കുന്നതും അതുപോലെ രാജകീയ മീറ്റിംഗുകളും സമ്മേളനങ്ങളും ഒക്കെ അധികവും നടക്കുന്നത് ആദ്യം പറഞ്ഞ ബുക്കിർ സെറിൻ പാലസിൽ വെച്ചാണ്. 240 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഈ പാലസ് നിർമ്മിച്ചത് 1930 കാലത്താണ്. ഇദ്ദേഹത്തിന്റെ പിതാവായിരുന്ന സുൽത്താൻ ഇസ്കന്ദർ ഇബ്ന് അൽ മർഹൂം സുൽത്താൻ ഇസ്മായിലിന്റെ കാലത്ത് നിർമ്മിച്ച ഒരു കൊട്ടാരമാണിത്. 1982 ഇദ്ദേഹം രാജ സെരിദ് സഫിയയെ വിവാഹം കഴിക്കുന്നത്. ഇവരിലൂടെ ഇദ്ദേഹത്തിന് 6 മക്കളുമുണ്ട്. ഇന്നിവര് മലേഷ്യയുടെ രാജ്ഞിയായി പ്രവർത്തിക്കുന്നു. അടുത്തതായിട്ട് വരുന്നത് ഇദ്ദേഹത്തിന്റെ ജെറ്റുകളാണ്. മലേഷ്യൻ രാജാവായ സുൽത്താൻ ഇബ്രാഹിം ഇബ്ൻ ഇസ്കന്ദറിന് ആകാശത്തിലൂടെ യാത്ര ചെയ്യാനായിട്ട് വളരെയേറെ വില പിടിപ്പുള്ള 3 ജെറ്റുകൾ സ്വന്തമായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വില കൂടിയ ഒന്നാണ് ബോയിങ് 737 ഗോൾഡ് ആൻഡ് ബ്ലൂ കളർ ജെറ്റ്. ഈ ഗോൾഡൻ കളർ സൂചിപ്പിക്കുന്നത് പ്രധാനമായും ഉയർന്ന നിലവാരമുള്ള VIP വിമാനങ്ങളെയാണ്. ഇന്ന് ലോകത്ത് ഇതുപോലുള്ള ആകെ 2 ജെറ്റുകൾ മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിക്കും അതുപോലെ മറ്റൊന്ന് മലേഷ്യയിലെ രാജാവായ ഇദ്ദേഹത്തിനുമാണ്. ഒരുപാടധികം ആഡംബര സൗകര്യത്തോടു കൂടിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ പുറം ഭാഗത്ത് ചിറകിന്റെ അറ്റത്തായിട്ട് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ജോഹർ എന്ന ചിഹ്നവും മലേഷ്യയുടെ ഒരു പതാകയുമുണ്ട്. ഇനി ഇതിന്റെ അകത്തുള്ള വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഏറെക്കുറെ 18 മാസം സമയമെടുത്താണ് ഇതിനകത്തുള്ള ഇന്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. ഒരേ സമയം 25ലധികം ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഈ ഒരു ജെറ്റിനുള്ളിൽ ഒരു വലിയ ഡൈനിങ് ഏരിയ, ഭക്ഷണം ഉണ്ടാക്കാനായി ഒരു 5 സ്റ്റാർ ഹോട്ടൽ, 5 വലിയ മാസ്റ്റർ ബെഡ്റൂമുകൾ, 3 ബാത്റൂമുകൾ, ഇനി എന്തെങ്കിലും മീറ്റിംഗുകൾ നടത്താനായി അതിനും ഇതിനുള്ളിൽ ഒരു വലിയ കോൺഫറൻസ് റൂം തന്നെ ഉണ്ട്. ഇനി എന്റർടൈൻമെന്റിനാണെങ്കിൽ ഇതിന്റെ മറ്റൊരു ഭാഗത്ത് വലിയ HD സ്ക്രീനുകളും അതിവേഗ വൈഫൈ നെറ്റ്വർക്ക് സിസ്റ്റവും എന്നിവയെല്ലാം ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇത് ഒരു അത്യാധുനിക രീതിയിലുള്ള പറക്കുന്ന കൊട്ടാരമാണ്. ഇത്രയും അധികം കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എത്രയായിരിക്കും ഇതിന്റെ വില എന്നാകും. അതിലേക്ക് നോക്കുകയാണെങ്കിൽ 100 മില്യൺ ഡോളർ അഥവാ 931 കോടി രൂപക്ക് മുകളിലാണ് ഈ ജെറ്റിന്റെ വില മാത്രം എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഇതിന് പറക്കാനായിട്ടുള്ള ഇന്ധനത്തിന്റെയും മറ്റു മെയിൻ്റെനൻസ് ചിലവുകളും ഒക്കെയായിട്ട് ഇദ്ദേഹം 50 കോടി രൂപയോളം അധികമായിട്ട് ഇദ്ദേഹം ചിലവഴിക്കുന്നുണ്ട്. ഇത് കൂടാതെ 2 ജെറ്റുകൾ വേറെയും ഉണ്ടെന്ന് മുമ്പ് പറഞ്ഞല്ലോ.
ഗൾഫ് സ്ട്രീം ജെറ്റുകളായ G550, G650 എന്നീ 2 ജെറ്റുകളാണിത്. അടുത്തതായി ഈ രാജാവിന്റെ പ്രൈവറ്റ് ആർമിയാണ്. ഇദ്ദേഹത്തിനും തന്റെ കുടുംബത്തിന്റെയും സുരക്ഷയ്ക്കായിട്ട് റോയൽ ജോഹൂർ മിലിറ്ററി ഫോഴ്സ് അഥവാ JMF എന്ന പേരിൽ ഒരു പ്രൈവറ്റ് ആർമി ഗ്രൂപ്പിനെ തന്നെ ഇദ്ദേഹം നിയമിച്ചിട്ടുണ്ട്. സ്വന്തമായി സൈനികമുള്ള മലേഷ്യയിലെ ഒരേ ഒരു രാജകുടുംബമാണ് ജോഹോർ. 1885 കാലത്താണ് ആഗ്ലോ ജോഹോർ എന്ന ഉടമ്പടി പ്രകാരമാണ് ഈ കുടുംബത്തിന് പ്രത്യേകമായി സൈനിക സേന സ്ഥാപിച്ചത്. ഇന്ന് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് ഇദ്ദേഹമാണ്. അടുത്തതായി ഇദ്ദേഹത്തിന്റെ വരുമാന മാർഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഇന്ന് ഒരു രാജാവിനും അപ്പുറം വലിയൊരു ബിസിനസ്സുകാരനും നിക്ഷേപകനും ഒക്കെയാണ്. മലേഷ്യയിലും സിംഗപ്പൂരിലുമായി ഏകദേശം $3 ബില്യൺ മൂല്യമുള്ള റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികൾ ഇന്ന് ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഇത് കൂടാതെ മലേഷ്യയിലെ ഏറ്റവും വലിയ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയായ യു മൊബൈലിന്റെ 38% ഓണർ ഓഹരിയും ഇന്ന് ഇദ്ദേഹത്തിന്റെ പേരിലാണ്. ഇതൊന്നും കൂടാതെ ബർജായ അസറ്റ്, 7-Eleven മലേഷ്യ, ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയായ മഹാറാണി എനർജി, മൈനിങ് കമ്പനി എന്നിവയിലെല്ലാം ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങളുണ്ട്. ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം പണവും വന്നുകൊണ്ടിരിക്കുന്നത്. 1958 നവംബർ 22-നാണ് ഇദ്ദേഹം ജനിക്കുന്നത്. മലേഷ്യയിൽ പ്രധാനമായും ഉള്ളത് 9 രാജകുടുംബങ്ങളാണ്. മറ്റേതൊരു രാജഭരണ രാജ്യങ്ങളെക്കായും ഒക്കെ വ്യത്യസ്ത ഭരണ രീതിയാണ് മലേഷ്യയിലുള്ളത്. ജോഹാർ, കേഡ, കെലന്തൻ, നെഗോരി, സെമ്പിലാൻ, പഹാങ്, പെരാഗ്, പെർലി, സെലാങ്കൂർ, തെരങ്കാനു ഇതൊക്കെയാണ് ഈ പറഞ്ഞ 9 രാജകുടുംബങ്ങൾ. ഈ പറഞ്ഞ 9 രാജകുടുംബങ്ങളിലെ തലവനായ ആളുകളാണ് ഓരോ 5 വർഷം കൂടുമ്പോഴും മലേഷ്യ എന്ന രാജ്യം ഭരിക്കുന്നത്. ഓരോ 5 വർഷത്തിലും ഭരണാധികാരിയെ മാറ്റി സ്ഥാപിക്കാൻ അനുവാദമുള്ള ഫെഡറൽ ഭരണഘടനാ തിരഞ്ഞെടുപ്പ് രീതിയാണ് ഇവിടെയുള്ളത്. ഇങ്ങനെ 2024 മലേഷ്യയുടെ 17ാമത് രാജാവായി അധികാരത്തിൽ വന്ന ആളാണ് നമ്മൾ ഈ പറഞ്ഞ സുൽത്താൻ ഇബ്രാഹിം ഇബ്ൻ ഇസ്കന്ദർ. ഇദ്ദേഹം നിലവിലെ ജോഹൂർ രാജകുടുംബത്തിന്റെ തലവനാണ്. ഇദ്ദേഹത്തെ പോലെ ഓരോ രാജകുടുംബത്തിനും ഓരോ തലവന്മാർ ഉണ്ടായിരിക്കും. മലേഷ്യയിൽ രാജഭരണമാണെങ്കിലും അവിടെയും പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെയുണ്ട്. രാജാവ് രാജ്യതലവനും പ്രധാനമന്ത്രി ആ നാട്ടിലെ ഗവൺമെന്റിന്റെ തലവനുമാണ്. രാജാവാണ് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. രണ്ടുപേർക്കും വ്യത്യസ്ത അധികാരവും റൂളുകളുമാണ് ഉള്ളത്. നിലവിലെ മലേഷ്യയിലെ 10ാമത് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റത് അൻവർ ഇബ്രാഹിം എന്ന ആളാണ്. അവസാനമായി ഇദ്ദേഹത്തിന്റെ ഹോബികൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം കുതിര സവാരി ഇഷ്ടപ്പെടുന്ന ആളും അതുപോലെ പോളോ കളിക്കാരനുമാണ്. അതുപോലെ ബൈക്കിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാള് കൂടിയാണ് ഇബ്രാഹിം ഇബിൻ ഇസ്കന്ദർ. ഇതിനായി ഇദ്ദേഹത്തിന് ഹാർലിയുടെ ഡേവിഡ്സൺ സ്ട്രീറ്റ് ഗ്ലിഡ് എന്ന 45 ലക്ഷം രൂപയോളം വിലയുള്ള ഒരു ബൈക്കും ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം ഇന്ന് ഒരു രാജാവിനും അപ്പുറം വലിയൊരു വാഹന പ്രേമി കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ നമ്മൾ മുമ്പ് പറഞ്ഞ 300ഓളം വരുന്ന കാറുകളിൽ അഡോൾഫ് ഹിറ്റ്ലർ സമ്മാനമായി നൽകിയ ഒരു കാർ ഉണ്ടെന്നും പല റിപ്പോർട്ടുകളും അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ലോകത്തുള്ള ഓരോ രാജാക്കന്മാരും ഇന്ന് ജീവിക്കുന്നത് ഇതുപോലെയൊക്കെ തന്നെയാണ്. ഖത്തറിലെയും സൗദിയിലെയും ഒക്കെ രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോമായി കാണാം.